പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ തിങ്കളാഴ്ച ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ആചാരങ്ങൾ ധാരാളം കേട്ടുകഴിഞ്ഞ നിങ്ങൾ എവിടെയാണ് ഓരോ തരത്തിലുള്ള ആചാരങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ശ്രമമാണ്. ഒന്നാമത് നോക്കാം, വേദങ്ങളിലുള്ള ആചാരങ്ങൾ യഥാർത്ഥത്തിൽ സാധാരണക്കാർക്ക് കാര്യമായിട്ട് അനുശാസിക്കാനുള്ളതല്ല. മറിച്ച് വേദപ്രാർത്ഥനകൾ നമുക്ക് എവിടെ വേണമെങ്കിലും ചൊല്ലാം. സ്കൂളിലെ രാവിലത്തെ പ്രയറിന് ചൊല്ലാം, വൈകുന്നേരം പൂജാമുറിയിലിരുന്ന് ചൊല്ലാം, ഒരു സമ്മേളനം നടക്കുമ്പോൾ ചൊല്ലാം, അല്ലെങ്കിൽ വിവാഹാവസരത്തിൽ ചൊല്ലാം, ഉപനയനം നടക്കുമ്പോൾ ചൊല്ലാം, വാസ്തുബലി കൊടുക്കുമ്പോൾ ചൊല്ലാം, ഏത് യാഗം നടത്തുമ്പോഴും മന്ത്രങ്ങൾ ചൊല്ലാം. പക്ഷേ ആ വേദങ്ങൾക്കകത്ത് ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, 4 വേദങ്ങൾ, അവയുടെ വ്യത്യസ്ത ശാഖകൾ, റിസെൻഷൻസ്, അവയിൽ സാധാരണക്കാർക്ക് അനുശാസിക്കേണ്ടതായിട്ടുള്ള ആചാരങ്ങൾ പറഞ്ഞിട്ടില്ല. വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് സന്ദേശങ്ങളാണ്. നിങ്ങൾക്കറിയാം, സഹനാവവതു സഹനൗ ഭുനക്തു വേദസന്ദേശാണ്. ഭദ്രം കർണേഭിഃ ശൃണുയാമ ദേവ വേദസന്ദേശാണ്. ആപ്യായന്തു മമാംഗാനി വാക് പ്രാണഃ ചക്ഷുഃ ശ്രോത്രം ഫലമിന്ദ്രിയാണി ച സർവാണി. പ്രാർത്ഥനകളാണ്. സതോമാ സത്യമയ തമസോമാ ജ്യോതിർഗമയ. ഇതെല്ലാം വേദ സന്ദേശങ്ങളാണ്. ആചരിക്കേണ്ടതിന് ആവശ്യമായ പ്രാർത്ഥനകള്, സന്ദേശങ്ങള്, ഉപദേശങ്ങള്, ജീവിത മൂല്യങ്ങൾക്കായിക്കൊണ്ട് ധന്യമായൊരു ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ഏത് ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും ആ ആചാരങ്ങളോട് ചേർത്ത് നമ്മൾ മനസ്സിൽ കരുതേണ്ടതോ പ്രാർത്ഥിക്കേണ്ടതോ ഒരുമിച്ച് ചൊല്ലേണ്ടതോ ആയിട്ടുള്ള മന്ത്രങ്ങളാണ് വേദങ്ങളിലുള്ളത്. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളുണ്ട്. ബ്രാഹ്മണര് എന്നുള്ളതുമായിട്ട് ഇതിന് ബന്ധമില്ല കേട്ടോ. ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിൽ യാഗങ്ങളുമായിട്ടുള്ള ആചാരങ്ങളാണ്. അതും ഇപ്പോൾ സാധാരണക്കാർക്ക് ബാധകാവണില്ല. ഏതെല്ലാം യാഗങ്ങളുണ്ട്, പുത്രകാമേഷ്ടി യാഗമുണ്ട്, കാഹവത്തി യാഗമുണ്ട്, അതുപോലെ തന്നെ അശ്വമേധ യാഗമുണ്ട്, സോമയാഗമുണ്ട്. ഈ യാഗങ്ങൾ 100 കണക്കിന് യാഗമുണ്ട്. ഏകാഹം, ഒരു ദിവസം നടത്തുന്ന യാഗം മുതൽക്ക് സഹസ്രാഹ യാഗം വരെ 1000 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാഗങ്ങളുണ്ട്. അതിൻ്റെ ചടങ്ങുകൾ മുഴുവനും വിവരിച്ചിരിക്കുന്നത് ബ്രാഹ്മണ ഗ്രന്ഥങ്ങളിലാണ്. അപ്പോൾ വേദങ്ങളിലുള്ളത് പ്രാർത്ഥനകൾ, സന്ദേശങ്ങൾ. ബ്രാഹ്മണങ്ങളിലുള്ള ആചാരങ്ങൾ യാഗങ്ങളുമായി ബന്ധപ്പെട്ടത്. ആരണ്യകങ്ങളിലുള്ള ആചാരങ്ങളോ, നമ്മൾ സാധാരണ ഒരു 50-55 വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാനപ്രസ്ഥത്തിന് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലമല്ല. അന്ന് കാട്ടിൽ ലഭ്യമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ച് ഓരോ വ്യക്തിയും അനുഷ്ഠിക്കേണ്ട ഹോമങ്ങളുണ്ട്, പ്രാർത്ഥനകളുണ്ട്, ആചാരങ്ങളുണ്ട്, ചടങ്ങുകളുണ്ട്. ഇതൊക്കെ കാട്ടിൽ ലഭ്യമായ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചാണ് ചെയ്യേണ്ടത്. ആ ആചാരങ്ങൾ മുഴുവനും വിവരിക്കുന്നത് ആരണ്യകങ്ങളിലാണ്. അപ്പോൾ ആരണ്യകങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ബന്ധമില്ലാത്തതാണ് ഈ കാലഘട്ടത്തിൽ. ഇനി വരുന്ന ഉപനിഷത്തുക്കൾ മുഴുവനും പരമമായ സത്യത്തെ കുറിച്ച് അറിയാനുള്ള ഗ്രന്ഥങ്ങളാണ്. എല്ലാവരും അത് പറയാറുണ്ട്. പക്ഷെ ഒരു കാര്യം ചിന്തിക്കാം, ദശോപനിഷത്ത് ഒരു സ്റ്റെപ്പ് കൂടി കടന്നാൽ അഷ്ടാദശോപനിഷത്ത്, 18 ഉപനിഷത്തുക്കൾ. ആ ഉപനിഷത്തുക്കൾ കടന്ന് ബാക്കിയുള്ള ഉപനിഷത്തുക്കളിലേക്ക് കടക്കുകയാണെങ്കിൽ ധാരാളം ആചാരങ്ങൾ അതിൽ പറയുന്നുണ്ട്. സന്യാസികൾക്ക് അനുദിനം അനുനിമിഷം അവരനുശാസിക്കേണ്ട ആചാരങ്ങളാണ് മുഴുവനും. ഹംസോപനിഷത്ത്, പരമഹംസോപനിഷത്ത്, സർവസാരോപനിഷത്ത്, ദിക്ഷുകോപനിഷത്ത്, സന്യാസോപനിഷത്ത്, അക്ഷമാലികോപനിഷത്ത്, കടരുദ്രോപനിഷത്ത്, കാലാഗ്നിരുദ്രോപനിഷത്ത്. ഇതെല്ലാം നമ്മൾ ബുധനാഴ്ച ദിവസങ്ങളിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ ഓർമ്മിക്കാനായി പറയുന്നു, ഉപനിഷത്തുക്കൾ പരമമായ സത്യങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് 108 ഉപനിഷത്തുക്കളിൽ ഏതാണ്ട് 18 ഉപനിഷത്തുക്കൾ. ബാക്കിയുള്ള ഉപനിഷത്തുക്കളിൽ മുഴുവനും നല്ല രീതിയിൽ സന്യാസവുമായി ബന്ധപ്പെട്ട, ഭക്തിയുമായി ബന്ധപ്പെട്ട,
നാമ ജപങ്ങളുമായി ബന്ധപ്പെട്ട, പൂജകളുമായി ബന്ധപ്പെട്ട എല്ലാ ആചാരങ്ങളും വിവരിക്കുന്നുണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, ഉപനിഷത്ത് എന്ന് പറയുന്നത് പലരും ചില സമയത്ത് വിവരിക്കുന്ന പോലെ, ചിലര് പല സമയത്തും വിവരിക്കുന്ന മാതിരി പരമമായ സത്യത്തിലേക്കുള്ള വേദാന്തങ്ങൾ മാത്രമല്ല. വേദത്തിന്റെ അന്തം, വേദത്തിന്റെ സന്ദേശങ്ങളുടെ അവസാനം എന്ന് പറയുന്നത് അരിച്ചു കുറുക്കി, അരച്ചു കുറുക്കി, രണ്ടായാലും ശരിയാ, കുറുക്കി എടുക്കുന്ന സത്താണ് ഉപനിഷത്തുക്കൾ എന്ന് പറയാറുണ്ട്. തെറ്റൊന്നുമല്ല. പക്ഷേ അതിനകത്ത് സാധാരണക്കാർക്ക് അനുശാസിക്കേണ്ട, ചന്ദനം തൊടേണ്ടത് എങ്ങനെയാണ്, ഭസ്മം തൊടേണ്ടത് എങ്ങനെയാണ്, വ്രതമനുഷ്ഠിക്കേണ്ടത് എങ്ങനെയാണ്, ഭക്ഷണം എത്ര വീതം കഴിക്കണം, എപ്പ കഴിക്കാൻ പാടില്ല, ഇത് പ്രധാനമായിട്ടും സന്യാസികൾക്കാണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവനും വിവരിക്കുന്നത് ഉപനിഷത്തുക്കളിലാണ്. അപ്പോൾ ഓർമ്മിക്കുക, ഉപനിഷത്തുക്കളിൽ വിവരിക്കുന്ന ആചാരങ്ങൾ ധാരാളമുണ്ട്. കൂടുതലായിട്ടുള്ള ആചാരങ്ങളും ആത്മീയതയ്ക്ക് വ്യാഖ്യാനം നൽകുന്ന, ആത്മീയതയുടെ അഡോപ്റ്റബിലിറ്റി, ആത്മീയതയുടെ അപ്ലൈഡ് ഫീൽഡ്, അത് വിവരിക്കുന്നതാണ് ഉപനിഷത്തുക്കളിലുള്ള ആചാരങ്ങൾ. ഓർമ്മിക്കുക, വേദങ്ങൾ സന്ദേശങ്ങൾ നൽകുന്നു. ബ്രാഹ്മണങ്ങൾ യാഗകർമാദികളെ കുറിച്ച് വളരെ ഗംഭീരമായിട്ട് ആചാരങ്ങൾ വിവരിക്കുന്നു. ആരണ്യകങ്ങൾ, വാനപ്രസ്ഥത്തിന് പോകുന്ന വ്യക്തികൾക്ക് ലഭ്യമായ സൗകര്യം ഉപയോഗിച്ച് അനുഷ്ഠിക്കേണ്ട യാഗകർമ്മങ്ങൾ പോലെയുള്ള ആചാരങ്ങളുടെ കാര്യങ്ങൾ വിവരിക്കുന്നു. ഉപനിഷത്തുക്കൾ ആത്മീയതയുമായി ബന്ധപ്പെട്ട ധാരാളം ആചാരങ്ങൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഓർമ്മിക്കുക, അതേപോലെയുള്ള ആചാരങ്ങൾ ഉപനിഷത്തിൽ തരാം. അടുത്തത് ധർമ്മശാസ്ത്രത്തിൽ അടുത്ത തിങ്കളാഴ്ച നമ്മൾ വിവരിക്കുന്നുണ്ടാവും. എൻ്റെ വിനീത പ്രണാമം, നമസ്കാരം.